ഗൈസ്, ഇന്നൊരു ഡേ മൈ ലൈഫ് ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാരും ക്ഷമിക്കുക. ഇത് പ്രാവശ്യം റെഡി ആക്കാന്നേ. ഇതൊരു ഷോർട്ട് ആയിട്ടുള്ള ഡേ മൈ ലൈഫ് ആണ്. അതുകൊണ്ട് ഞാൻ വീഡിയോസിൽ കുറച്ച് ഭാഗം ഉൾപ്പെടുത്തിയിട്ട് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റും വന്ന് തുടങ്ങും. ഞാൻ ഇന്ന് ലൈറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. കാരണം ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. എനിക്കാണെങ്കിൽ വേഗം ട്യൂഷനും പോകണം. അതുകൊണ്ട് ഞാൻ ഇന്ന് ബ്രെഡും പീനട്ട് ബട്ടറും കൂട്ടിക്കൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എന്നിട്ട് വേഗം ടു ഡു ലിസ്റ്റ് ചെയ്ത് ഞാൻ ട്യൂഷന് പോട്ടെ. പിന്നെ ഞാൻ ഇതല്ലാതെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിച്ചിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തി. എന്തായാലും ഇന്നത്തെ ഡേയില് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എഴുതി വെക്കുകയാണ്. പിന്നെ ഞാൻ അതിന്റെ കൂടെ ബ്രെഡും തിന്നുന്നുണ്ട്. ഗൈസ്, ഇന്നലെ ഒരു സ്റ്റഡി വ്ലോഗ് അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂ. ഇതില് ഗൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എനിക്കിന്റെ പ്ലാനേഴ്സ് ഒന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ കഴിയില്ല എന്ന്. അതേപോലെ തന്നെ ഇന്നലെ സംഭവിച്ചു. ഇന്നലെ എനിക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഗൈസ്, എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. കാരണം നമ്മുടെ ചാനലിൽ 150 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കും. ഗൈസ്, നമുക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ആവാനായി. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് 200 സബ്സ്ക്രൈബേഴ്സ് വേഗം. അങ്ങനെ ഗൈസ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ട്യൂഷന് പോയിട്ട് ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ്. അതൊക്കെ ഇട്ടിട്ട് ഞാൻ വേഗം പോയിട്ട് ഒരു കാര്യം, ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡേ മൈ ലൈഫ് ഇതെന്റെ ഒരു ഡേയിലെ ചെറിയ ചെറിയ ഭാഗങ്ങളെ മാത്രം കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതിലെന്റെ പ്രേ ടൈമും അതുപോലെ തന്നെ ബാക്കി സംഭവങ്ങളൊന്നും കാണിക്കുന്നു. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞു വന്നതിന് ശേഷം ഒരു കൂൾനെസ്സിന് വേണ്ടി ഒരു വാട്ടർമെലൺ കഴിക്കുന്നുണ്ട്. 9 മുതൽ 12:15 വരെയാണ് ട്യൂഷൻ ഉള്ളത്. ഒരു 1:30 ആയപ്പം ലഞ്ച് കഴിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ട്യൂഷനൊക്കെ പോയി കഴിഞ്ഞാൽ പല പല അസുഖങ്ങളും അതിൽപ്പെട്ടതാണ് തലവേദന, കഴുത്തുവേദന എന്നിവ. എനിക്ക് പഠിക്കാൻ തീരെ മൂടില്ല. എക്സാം ഒക്കെ അല്ല വരുന്നെന്ന് വിചാരിച്ച് ജോഗ്രഫി എടുത്ത് പഠിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ജോഗ്രഫിയിലെ ഈ ഒരു പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ ആണ് എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം ഇതിലധികം എക്കണോമിക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അതായത് മാർക്കറ്റിംഗ് ടെക്നിക്. പിന്നെ ഞാൻ കുറച്ച് പഠിച്ച് എടുത്തു വെച്ചു. പിന്നെ ഈവനിങ് ആയപ്പം ഈവനിങ് സ്നാക്സ് ആയിട്ട് ഈ ഒരു സംഭവമാണ് കഴിക്കുന്നത്. ഇതിന്റെ പേര് ട്രീറ്റ് എന്നാണ്. എന്റെ ഫേവറേറ്റ് സംഭവമാണ്. അതുകൊണ്ട് ഞാൻ ഇത് എത്ര കിട്ടിയാലും കഴിക്കും. ഇതിന്റെ ഉള്ളില് ചോക്ലേറ്റ് ഫില്ലിങ്സ് ആണ്. നല്ല ടേസ്റ്റ്. ഒരു ബൈറ്റ് തന്നെ എമ്മി ആയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഇതും ഇതിന്റെ കൂടെ ഒരു കട്ടൻ ചായയും. ഇനി കുറച്ച് ദിവസം വീഡിയോസ് ഒക്കെ കുറവായിരിക്കും. കാരണം എക്സാം ഒക്കെ വ്ലോഗ് ഒക്കെ എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അത് എടുത്താൽ മാത്രം പോരല്ലോ, അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കണ്ടേ. അപ്പൊ അതിനോടുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാട്ടോ. പിന്നെ എക്സാമിനോട് പഠിക്കാൻ തീരെ ടൈമില്ല. 9th എക്സാമിന്റെ ടൈം നമ്മള് വീണ്ടും മാറ്റിണ്ട്. അവിടെ ഇവിടെയൊക്കെ പഠിക്കാൻ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതാണ് എന്റെ ഏകൊരു ആശ്വാസം. അങ്ങനെ ഞാൻ ഈവനിങ്ങിലെ സ്നാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ ഇത് ടു ഡു ലിസ്റ്റ് ഒക്കെ എടുത്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം രാത്രി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ വരും. രാത്രിയായപ്പം ഒരു പ്രത്യേക പൂതി ജേർണലിംഗ് ചെയ്യാൻ. എന്തായാലും വീഡിയോ എടുക്കല്ലേ, അപ്പൊ എന്തായാലും ചെയ്യാന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാം. അങ്ങനെ ജേർണൽ ബുക്ക് ഒക്കെ എടുത്ത് ഇരുന്നിട്ടുണ്ട്. ഇനി ഞാന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ജേർണൽ സെറ്റ് ഒക്കെ എടുത്ത് ഇരുന്നിട്ടുണ്ട്. ജേർണൽ സെറ്റിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാത്തവരുണ്ടേ പോയി കണ്ടോളൂ. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടെക്നിക്സ് ആണ് അതിൽ ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഒരു ടെക്സ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം അത് എന്റെ ഐഡിയ വെച്ച് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രൗഡൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗീവ് അവേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ബാക്കി തന്നെ നമ്മുടെ ചാനലിൽ കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോ അതിലെ റൂൾസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് വേണം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അപ്പോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ കാണുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ജേർണലിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോ മനസ്സിന് റിലാക്സേഷൻ ആണ്. ഇതിപ്പോ ചെയ്തു വന്നപ്പോ മുന്നത്തതും ഗ്രീന്, ഇതും ഗ്രീന്. ഇതെന്താ കഥ? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും ചെയ്ത് കഴിഞ്ഞില്ലേ. അടുത്തയില് വേറെ തീം നോക്കാലേ. അങ്ങനെ ഗൈസ്, ജേർണലൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചക്ക് പഠിച്ച ജോഗ്രഫിന്റെ ബാക്കി പഠിക്കുകയാണ്. ഈ ചാപ്റ്റർ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കി പോവുകയാണ്. പിന്നെ ഞാൻ ഡിന്നർ അയക്കുന്ന വീഡിയോ ഇതിൽ ആഡ് ആക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് പഠിച്ചെടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് പഠിച്ചെന്ന് വേണം പറയാൻ. അപ്പോൾ ഗൈസ്, ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.